നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ റുക്കു, മോളെന്തു പറഞ്ഞു? അങ്ങേക്കറിയാവുന്ന തന്നെ പറഞ്ഞു. കൂടെ അറിയാൻ പാടില്ലാത്ത ഒന്നും. എന്താ അത്? മറ്റാരേക്കാളും അവൾക്ക് വിശ്വാസം എന്നെയാണെന്ന്. ഒരു DNA ടെസ്റ്റും വേണ്ട, ഞാൻ പറയുന്നത് അവൾക്ക് വിശ്വാസമാണെന്ന്. എന്നിട്ട് നീ അവളോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞോ? അങ്ങയുടെ അനുവാദം ഇല്ലാതെയോ? ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അല്ല, മകളെ തിരിച്ചു കിട്ടാനുള്ള അമിതമായ ആവേശം കൊണ്ട് ചിലപ്പോ. അത്തരം ആവേശങ്ങളൊന്നും രുക്കുവിനില്ലെന്ന് ഇദ്ദേഹത്തിന് അറിഞ്ഞൂടെ? ശരി തെറ്റുകൾ നോക്കാതെ അങ്ങ് പറയുന്നത് വേദവാക്യമാക്കിയല്ലേ ഇതുവരെ ഞാൻ ജീവിച്ചത്. പിന്നെ ഇപ്പോ എന്താ ഇങ്ങനൊരു സംശയം? സംശയിച്ചതല്ല, സന്ദേഹം പങ്കുവച്ചത്. അവൾ അകലാൻ ശ്രമിക്കുന്നു തോന്നിയപ്പോ അറിയാതെ ഉള്ളിന്ന് എന്തെങ്കിലും. ആരകന്നാലും അങ്ങ് അരികിലുണ്ടല്ലോ, എനിക്കതുപോരെ. ഞാനൊന്ന് പറഞ്ഞാൽ പിണങ്ങരുത്. എന്താ അത്? ഒരുപാട് തെളിവുകൾക്ക് വേണ്ടി കാത്തു നിൽക്കാതെ അങ്ങേക്ക് ആ സത്യം അവളോട് ഇപ്പൊ തന്നെ പറഞ്ഞൂടെ? അതിനുള്ള ധൈര്യമില്ല റുക്കു. അതറിയുമ്പോഴുള്ള അവളുടെ പ്രതികരണം അതെന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. ഇതിപ്പോ അവൾ കൂടെയുണ്ടെന്നുള്ള ആശ്വാസമെങ്കിലും ബാക്കിയുണ്ടല്ലോ, അതും കൂടി ഇല്ലാതാവുമോന്നാ എന്റെ പേടി. ഞാൻ പറയാൻ പോകുന്ന സത്യങ്ങൾ അവൾക്ക് താങ്ങാൻ കഴിയുമോ റുക്കു? അതറിയുമ്പോ അവൾ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ എന്ത് മറുപടി പറയാൻ റുക്കു? അപ്പോ എന്നും ഈ കള്ളനും പോലീസും കളി ഇങ്ങനെ തുടരാനാണോ? ആ DNA ടെസ്റ്റിന്റെ റിസൾട്ട് വരുന്നവരെ തുടർന്നേ പറ്റൂ. മാളത്തിൽ ഒളിച്ചിരിക്കുന്ന വിശ്വനാഥൻ മടങ്ങി വരുന്നതുവരെ ഇത് തുടർന്നേ പറ്റൂ. അയാള് മടങ്ങി വരുമെന്ന് എന്താ ഉറപ്പ്? ഉറപ്പുണ്ട്. അതിനു വേണ്ടിയല്ലേ ഈ കണ്ട കളികളൊക്കെ ഞാൻ കളിക്കുന്നത്. അവനെ ഞാൻ എന്റെ കാൽ ചുവട്ടിലെത്തിക്കാൻ, അവൻ എന്നോട് ചെയ്ത കൊടിയ നീതികേടിന് കാല് പിടിച്ച് മാപ്പ് പറയിപ്പിക്കാൻ, ഈ കാൽ ചോട്ടിലിട്ട് അവനെ ചവിട്ടി അരയ്ക്കാൻ. അതിനുവേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്. അവൻ വരും, അവനെ ഞാൻ വരുത്തും. 14 ലോകത്ത് അവൻ എവിടെ പോയി ഒളിച്ചാലും അവനെ ഞാൻ കൊണ്ടുവരും. എന്നിട്ട് അവന്റെ നാവ് കൊണ്ട് വേണം ഈ ലോകമാ സത്യങ്ങൾ കേൾക്കാൻ. അതിനോളം മറ്റൊന്നിനും ഉണ്ടാവില്ല. ആ ദിവസം വരാൻ അധികം താമസം ഉണ്ടാവില്ല റുക്കു. അല്ലെങ്കിൽ ചെട്ടിയാരുടെ ജന്മം പാഴായി പോവില്ലേ?
സേട്ടെ, ഞാനാ ചന്ദ്രദാസാ, മാണിക്യമംഗലത്തെ വിശ്വനാഥൻ മുതലാളിയുടെ ബ്രദർ. പറഞ്ഞു ചന്ദ്രദാസേ, എന്താ വിശേഷിച്ച്? ഞങ്ങക്ക് കുടുംബസ്വത്തായിട്ട് കിട്ടിയ ഒരു സ്വർണ്ണ വിഗ്രഹമുണ്ട്. സേട്ട് അതൊന്ന് വിറ്റ് തരണം. കാശിന് കുറച്ച് അത്യാവശ്യമുണ്ട്, അതുകൊണ്ടാ. പിന്നെന്താ, നമുക്ക് വിറ്റ് കളയാലോ. തൂക്കം എത്ര കിലോ ഉണ്ടാവും? അതറിയില്ല. സേട്ട് തൂക്കി നോക്കിയിട്ട് വില തന്നാ മതി. ശരി, ഒരു കാര്യം ചെയ്യ്, അതും എടുത്ത് നമ്മുടെ മുല്ലക്കൽ ഷോപ്പിലേക്ക് വാ. നമുക്ക് അവിടെ വെച്ച് കാണാം. ആ ശരി. പരിപാടിയാ കാണിക്കുന്നേ? മനുഷ്യൻ ഇവിടെ ചെവിതല കേക്കണ്ടേ? ഒന്ന് നിർത്തുന്നുണ്ടോ? ഞങ്ങളുടെ പൂജാമുറിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് നിനക്കെന്താടി നഷ്ടം? ഇത് ഞങ്ങളുടെ കൂടെ വീടാ. ഞങ്ങൾ ഇവിടെ ഇഷ്ടമുള്ളത് കാണിക്കും. നീ ആരാടി ചോദിക്കാൻ? നിങ്ങൾ എന്ത് വേണമെങ്കിലും കാണിച്ചോ.